ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിലും കലത്തപ്പം എങ്ങനെ ഉണ്ടാക്കുകയാണ് എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പം ഇത് ഞാൻ രാവിലെ ഒരു 8 മണിയായപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കുതിരാൻ വെച്ചിട്ടുള്ള പച്ചരിയാണ്. ഇതിപ്പോൾ എടുക്കുന്നത് 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു 8 മണിക്കൂറെങ്കിലും നമ്മളിത് കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ അത് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് അരക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയിട്ടുള്ള ചോറും അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് വേണം അരക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും. ചോറ് ആഡ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ടൈമിൽ അത് അരച്ചെടുക്കും വേണം. അതേസമയം തന്നെ നമുക്ക് 4 അച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കും കൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചിരകിയിട്ട് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ശർക്കര ഉരുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ശർക്കര മുഴുവൻ ഉരുക്കിയെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഇത്തിരി ചേർത്താൽ മതി. പിന്നെ നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു വെള്ളം കൂടി ഇതിൽ ചേർക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കലത്തപ്പം ആയതുകൊണ്ടാണ് കുറച്ച് വെള്ളം ആഡ് ചെയ്തത്. അപ്പോൾ കുറച്ച് ലൂസായിട്ടല്ലേ നമ്മൾ പാർന്നെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുക്കി കിട്ടിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതാണ് ഒരു സൗണ്ടൊക്കെ ഇടയ്ക്ക് കേൾക്കുന്നത്. ഇനി നമ്മൾ ആ അരി അരച്ചതിനെ ഈ ഒരു ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ശർക്കര പാനി ആ അരിൻ്റെ കൂടെ അരച്ചിട്ട് അങ്ങനെ എടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറുമ്പൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ അരച്ചിട്ട് വേണം ചേർക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇത്തിരി ഉപ്പും കൂടെ ആ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സിയിൽ അരക്കുകയാണെങ്കിൽ ഇത്ര മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ കൊത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇങ്ങനെ പൂണ്ടെടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു തേങ്ങാക്കൊത്തിനെ മുഴുവനായിട്ടും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലാണ് ഈ ഒരു തേങ്ങാക്കൊത്തിനെ മുഴുവനായിട്ടും ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്ത് നമുക്ക് കളറൊക്കെ മാറി വരുന്ന ആ ഒരു ടൈം ഇത് നമുക്ക് ആ ഒരു മിക്സ് ചെയ്ത മാവിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ ഒക്കെ നല്ല കളർ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാവിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ നമ്മുടെ കലത്തപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഈ ഒരു തേങ്ങാക്കൊത്ത് നമ്മൾ അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ഉള്ളിയാണ് ആവശ്യം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചെറിയ ഉള്ളി അരിയുന്ന പോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് തൂമിച്ചെടുക്കണം. അതിലാണ് കലത്തപ്പത്തിൻ്റെ ഈ ഒരു മാവ് പാരുന്നത്. അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഒരു വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ ഒരു ഉള്ളിയെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായ ടൈമിൽ നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മാവിനെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു കുക്കർ ഞാനിത് ഫുള്ളായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടില്ല, 2 ആക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്ര ഉയരം ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കാണ് ചെയ്യുന്നത്. നമുക്കൊരു കുക്കറിൻ്റെ വിസിൽ ഊരി വെച്ചിട്ട് ഒരു 10 മിനിറ്റാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്, നല്ലോണം കരിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ കലത്തപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് കലത്തപ്പം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈവനിങ്ങിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ കൊടുത്തേക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം കേട്ടോ.